നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡാണ് തുടങ്ങുന്നത്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ഇപ്പോൾ പുറത്തേക്കിറങ്ങി കാണിച്ചു തരാം. അതിൻ്റെ ഒരു വീടാണ്. ആ വീടിൻ്റെ രൂപം കണ്ടു നോക്കും. അതേ ഗൈസ്, നമ്മുടെ ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൽ നമ്മൾ കുറേ ഇത് കണ്ടുള്ള ഒരു വീടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അത്രയ്ക്ക് വലിയ ഇതായിട്ടൊന്നും കൊടുക്കണ്ട, ഒരു ചെറിയൊരു ഇതായിട്ടേ കാണണം. അപ്പോൾ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീട് ഫുള്ളും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേതും കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടി എന്താ പറയുക, അതിൻ്റെ ഉള്ളിലുള്ള ഫർണിച്ചേഴ്സും ഇതൊക്കെ വെച്ചാൽ മാത്രം മതി നമ്മുടെ വീട് കംപ്ലീറ്റഡ്. ഈ ഫ്യൂച്ചറിസ്റ്റിക് വീട് നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കി നോക്കാം. ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഈ വാർഡിലല്ലാതെ ഇടയ്ക്ക് ഇത് വാർഡിൽ ഗ്ലാസ് കൊണ്ട് വയ്ക്കാൻ പറ്റോട്ടാണ് ഇങ്ങനെ വെച്ചാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക് ഹൗസിൻ്റെ. അപ്പോൾ നമുക്ക് ഫർണിച്ചേഴ്സ് വയ്ക്കാം. ഫസ്റ്റ് നമുക്ക് ലിവിങ് റൂമാണ്, ഏറ്റവും താഴെ ലിവിങ് റൂം നമുക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൈറ്റ് കളർ എടുക്കാം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് ഏത് ബ്ലോക്കിൻ്റെ ആണെങ്കിലോ ആ ബ്ലോക്ക് പറഞ്ഞാൽ മതി, നമുക്ക് ആ ഡിസൈനിൽ വെച്ച് നോക്കാം. ഞാനിവിടെ എടുക്കുന്ന വീടിൻ്റെ ഇൻറ്റീരിയറൊക്കെ തന്നെയായ വൈറ്റാണ്. ഓക്കെ, നമ്മളിവിടെ ഇട്ടിട്ട് ലിഫ്റ്റിൻ്റെ അവിടെയെന്ന് വെച്ചാൽ ഒരു സ്പൈഡർ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഗായ്സ്, ഒരു സ്പൈഡർ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഒരു സ്പൈഡർ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ലേഖരിച്ചതാണ്. ഇപ്പം എന്തോ ഉണ്ടായി ഗൈസ്, ലേഖ നല്ല ലേഖുണ്ട് കേട്ടോ. ഗെയിം എന്തായാലും ലേഗ് മസ്റ്റാണെന്ന് പറയുന്ന പോലെ അതെന്തായാലും ഉണ്ടാവുമല്ലോ. ലേഗ് ഇല്ലാതെ ഗെയിമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലപ്പോൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേബിൾ വയ്ക്കാം. ടേബിളിൽ നമുക്ക് ഇത് വെക്കണമെന്ന്, ഇത് വേണ്ട, നമുക്ക് മറ്റേ വെള്ള കളർ ഇതില്ല. ഇതിൽ നമുക്ക് വെള്ള കളർ ഒന്നിലും ഇല്ല, പക്ഷേ ഈ ഒരു കളർ വെള്ള കളറായിട്ട് ലത്ത സാമ്യം തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് കാർപ്പറ്റാണ് വേണ്ടത്. ഏത് കളർ? നമുക്ക് റെഡ് കളർ കാർപ്പറ്റ് എടുക്കാം. നമുക്ക് ഇവിടെ കാർപ്പറ്റ് വയ്ക്കാം. നമ്മൾ കാർപ്പറ്റ് ഉണ്ടൊക്കെ വെച്ചുകൊണ്ട് ലിഫ്റ്റാണിത്. ലിഫ്റ്റ് നമുക്ക് ശരിക്കും ലിഫ്റ്റായിട്ട് ഉപകാരം വരുന്ന ഈ ബാമ്പൂവിൻ്റെ തന്നെയാണ്. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഇതിൽ വാട്ടർ എലിവേറ്റർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ കയറുമ്പോൾ ഒറ്റയടിക്ക് മുകളിൽ കയറ്റും. പക്ഷെ കുറേ നീലകളുള്ള വീടൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ എലിവേറ്ററിൽ കുറേ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വയ്ക്കണം. അത് നമുക്ക് ടൈമും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ എലിവേറ്റേഴ്സ് വയ്ക്കണമെന്ന് പറയുന്നത്. പറഞ്ഞാൽ നമ്മളുടെ നിലയിലത്തെ ഹൈറ്റ് കൂടുതലാണ്, എനിക്കിപ്പോൾ മനസ്സിലാവും. അതാ നോക്കൂ, നമുക്ക് കേടാം.
ഇത് നമ്മുടെ അധികം ഇവിടെ സോഫ വെച്ച് കഴിഞ്ഞു. നമുക്ക് ബാക്കി ഇൻറ്റീരിയർ വർക്കും കൂടി വെക്കാം. നമുക്ക് മുകളിലൊരു ബെഡ് വെക്കണം. മുകളിലൊരു ബെഡ് വയ്ക്കാം. അതിനകത്ത് ടൈമൊന്നും വേണ്ട, ഇത് സമയം മതി. മുകളിലത്തെ നമുക്കിവിടെ ബെഡ് വയ്ക്കാം. പിന്നെ ഗായ്സ് നമുക്കില്ലേ ഒരു ഭാഗം നമുക്ക് ഇത്തിരി ഭാഗം ഗെയിമിംഗ് റൂമാക്കാം. ലിഫ്റ്റുള്ള ഭാഗം ഗെയിമിംഗ് റൂം. ഓക്കെ, അപ്പം ഞാൻ ബ്ലോക്സ് അന്നത്തെ ചെറിയ ബ്രേക്ക്. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ റൂമിനെ കറക്റ്റ് ബ്ലോക്സിൽ വീതിച്ചിട്ടുണ്ട്. ഗെയിമിംഗ് റൂം ഉണ്ടാക്കാം. ഇങ്ങനെ നമുക്ക് ഇതുണ്ടാക്കാം. ഫസ്റ്റ് ഏതെങ്കിലും നല്ല ഡാർക്ക് ബ്ലോക്കാണ്. ഈ സാധനം എടുക്കാം. പൗഡർ കോൺക്രീറ്റ് ആണ് നല്ലത്, എന്നാലും പൗഡർ ഉണ്ടോ. അപ്പം നമുക്ക് ഇവിടെ ബ്ലാക്ക് കളർ ഇത് വയ്ക്കാം. കമ്പ്യൂട്ടറിൽ ഇതാക്കുന്ന പോലെ PC ആക്കണമെന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. എന്നാലും PC വേണ്ട, PC ആക്കണ്ട, കമ്പ്യൂട്ടർ ആക്കിയാൽ മതി. നമുക്ക് കാർപ്പറ്റ് എടുക്കാം. ബ്ലാക്ക് കളർ കാർപ്പറ്റ്, റെയിൻബോ കാർപ്പറ്റ് ഉണ്ടായിരുന്നു PC വലിയ ലൈറ്റ്. അതും കൂടി ഒരു പെയിൻ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ PC ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്ക് ഇവിടെ ലൈറ്റിങ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ലൈറ്റിങ് ചെയ്യാനായിട്ട് ഗ്ലോ സ്റ്റോൺ, മറ്റേ തൂക്കിയെന്ന ലൈറ്റ് ഒരു രസം ഉണ്ടാവില്ല. ഗ്ലോ സ്റ്റോൺ മതി. ഗ്ലോ സ്റ്റോൺ ഉണ്ട്. നമുക്ക് ഗ്ലോ സ്റ്റോൺ ഓരോ സ്ഥലത്തായി ഒരു റൂമിൽ 4 രീതിയിൽ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ ചെറിയതാണ്. അപ്പോൾ ലാഗ് അടിക്കാണ് ഗൈസ് ഇപ്പോൾ മുഴുവനും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ റൂം സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ നമുക്ക് അപ്പുറത്തെ റൂമിൽ ബെഡ്റൂം സെറ്റാക്കാം. അതിന് ഫസ്റ്റ് ഇവിടെ 2 ബെഡ് വെക്കണം. ഈസിയാണ് ബെഡ്റൂം റെഡി വെക്കുക. 2 ബെഡ് വയ്ക്കുക. പിന്നെ സൈഡിൽ എന്താ പറയുക, ട്രാപ്പ് ഡോർ വയ്ക്കുക നമ്മൾ. അപ്പോൾ നമ്മൾ ട്രാപ്പ് ഡോർ സൈഡിൽ വയ്ക്കുക. ട്രാപ്പ് ഡോർ നമുക്ക് സൈഡിൽ വയ്ക്കുക. ഫസ്റ്റ് നമുക്ക് ട്രാപ്പ് ഡോർ എടുക്കാം. ട്രാപ്പ് ഡോർ അവിടെ നമുക്ക് ട്രാപ്പ് ഡോർ എടുക്കാം. ട്രാപ്പ് ഡോർ ഇങ്ങനെയൊക്കെ ട്രാപ്പ് ഡോർ വയ്ക്കാം. നമുക്ക് ട്രാപ്പ് ഡോർ വയ്ക്കാം. ഇങ്ങനെ ട്രാപ്പ് ഡോർ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഈ സ്റ്റെയർ വയ്ക്കാം. നമുക്ക് ഇവിടെ സ്റ്റെയർ വയ്ക്കുക. അപ്പോൾ ഗായ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ട്രാപ്പ് ഡോർ വെക്കാം ഇവിടെ. ഇനി നമുക്ക് ഒരു റെഡ് കാർപ്പറ്റും കൂടി വെക്കാൻ എനിക്ക് എന്തിനാണ് മനസ്സിലാവും. പുതപ്പ് പോലെ തോന്നിക്കാനാണ്.
നമ്മൾ കാർപ്പറ്റ് വെക്കണം. നമുക്ക് റെഡ് കാർപ്പറ്റ് എടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. അതിന് നമ്മൾ ഇങ്ങനെ ചെയ്യണം. നമ്മൾ കഷ്ടപ്പെട്ട് ഇതിവിടെ ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു വൈറ്റ് ബ്ലോക്ക് പോയി നമുക്കത് പിന്നെ വയ്ക്കാം. ഇവിടെ ബ്ലോക്ക് മാറുന്നതാണ് പ്രശ്നം. എന്നാൽ നമുക്ക് വേറൊരു കാര്യമുണ്ട്. നമുക്ക് തൽക്കാലം നമ്മളത് ഗ്രാസ് ബ്ലോക്കാണുള്ളൂ. ഇപ്പോൾ ഗ്രാസ് ബ്ലോക്കാണുള്ളൂ. അതുകൊണ്ട് ഇത് ഇങ്ങനെ വെച്ച് എങ്ങനെ ചെയ്ത് വർക്കാവുന്നില്ലേ? സ്ഥിതിയിലാണ് നമുക്ക് വയ്ക്കട്ടെ. ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ബെഡ്റൂം. ഇനി നമുക്ക് ഇവിടെ ചെറുതായിട്ട് സ്റ്റെയർ വെച്ചിട്ട് നമുക്ക് ഇതാക്കാം. ഞാൻ ഗായ്സ് മണ്ടനെ വീണ്ടും കാണിച്ചു. ഇത് വെച്ചിട്ട് ചെയ്യേണ്ട നല്ലത്. ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ട് ഇതുണ്ടാക്കല്. ഇത് വെച്ചിട്ട് ഇങ്ങനെ ടേബിൾ ഉണ്ടാക്കലാണ് ശരിക്കും നല്ലത്. പക്ഷെ ഗായ്സ് നമ്മളിവിടെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫൈനൽ ടച്ച് പുറത്ത് പോയി നോക്കാം. നമ്മുടെ ഈ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ്സ് എന്നാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇട്ടിട്ടിപ്പോൾ ഈ സ്പൈഡേഴ്സാണ് കയറുന്നുണ്ടല്ലോ. നമുക്ക് അവിടെ ഇല്ലേ ഇത് വയ്ക്കാം. വാളും കൊണ്ട് അവരെ അടിച്ച് വിട്ടാൽ ഒറ്റയടിക്ക് തന്നെ സ്പൈഡർ വീഴുന്നുണ്ട് കേട്ടോ. ഒറ്റയടിക്ക് നമുക്ക് ഒറ്റയടിക്ക് ഒരു വട്ടമല്ല 2 വട്ടം. ക്രീപ്പറിന് 3 വട്ടം വേണം ഇതാക്കാൻ. ക്രീപ്പറിന് സ്കെൽറ്റാണ് 3 വട്ടമാണ്. നമ്മൾ സാധാരണ സാധാരണ ഇട്ട് മതി. പിന്നെ മറ്റേ പവറുള്ളതിന് ഇത് വേണം. പിന്നല്ലേ ഞാൻ വേറൊരു ഫാക്റ്റ് പറയാം. ഈ സൂര്യകാന്തി പൂവില്ലേ മൈൻക്രാഫ്റ്റിൽ, അതിലില്ലേ ഒരു സാധനം ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം. ഫസ്റ്റ് റെഡ് സ്റ്റോൺ വെക്കുക. എനിക്ക് എന്താണെന്ന് നേരെ അറിയില്ല. എനിക്ക് നേരെ ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാനില്ല. കുറച്ച് ഈ ലെറ്റ്സ് പ്ലേ സീരീസ് അല്ലെങ്കിൽ അടുത്ത ലെറ്റ്സ് പ്ലേ സീരീസിലൊക്കെ എനിക്ക് ഓർമ്മ വരുമ്പോൾ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാൻ. അടുത്ത വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ.